കോൺഗ്രസിന് വിജയം സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ. സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് വിജയം ലഭിച്ചാൽ അത് ദുരന്തത്തിൽ കലാശിക്കില്ല. എന്നാൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്കും പിന്നീട് വളർച്ചയിലേക്കുമാണ് അവരുടെ പലപ്പോഴുമുള്ള ചരിത്രങ്ങളെന്ന് നമുക്ക് കാണാൻ കഴിയും. പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് പോകുന്ന കോൺഗ്രസ് ഇടയ്ക്ക് എല്ലാ ഗ്രൂപ്പുകളും കൂടി ഒന്നിച്ചു ചേരുന്നു. പിളർന്നു പോയവരെല്ലാം കൂടി വീണ്ടും ഒന്നിച്ചു ചേർന്ന് വീണ്ടും വിജയം സമ്മാനിക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ഒരു പക്ഷേ ലോകത്ത് കോൺഗ്രസിൽ മാത്രമേ കാണുകയുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ സമകാലിക രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള A ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും എതിർത്തുകൊണ്ട് തിരുത്തൽവാദി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. എങ്കിൽ പോലും ഈ 3 ഗ്രൂപ്പുകളാണ് 90കളുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കെ കരുണാകരൻ നേതൃത്വത്തിലുള്ള ശക്തമായ ഐ ഗ്രൂപ്പ്, അതേപോലെ തന്നെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിക്കുന്ന A ഗ്രൂപ്പ്, തിരുത്തൽവാദി ഗ്രൂപ്പ്, അതിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുള്ള തിരുത്തൽവാദി ഗ്രൂപ്പ്. എന്നാൽ പിന്നീട് ഈ ഗ്രൂപ്പുകളെല്ലാം മാറി ഒന്നിക്കുന്നതാണ് കണ്ടത്. അന്ന് കെ കരുണാകരൻ എന്ന് പറയുന്ന ദേശീയ തലത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിനെ പോലും ഈ ഗ്രൂപ്പ് കളിയിൽ പുറത്താക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കെ കരുണാകരൻ പുറത്തുപോയി DIC എന്നുള്ള പാർട്ടി ഉണ്ടാക്കിയതും പിന്നീട് NCPയിലെത്തിയതും പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ AK ആന്റണിയെയും പുറത്താക്കിയതാണ്. അദ്ദേഹം പുറത്തുപോയിട്ട് ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് ഭരിച്ച ആളാണ് AK ആന്റണി. ഇപ്പോഴും ഇതാ കോൺഗ്രസ് 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 3 കഷണങ്ങളായി കോൺഗ്രസ് വിഭജിച്ചിരിക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ഈ ദിവസം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. വോട്ടെടുപ്പിന്റെ അന്നു മുതൽ തുടങ്ങിയ വിഭജനം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദിവസം കഴിയുന്തോറും ഒരുപക്ഷെ കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും തിരുത്തൽവാദികളുടെയും പോലെ ഈ 3 ഗ്രൂപ്പുകളും പേരുകൾ മാറി വിഭജിച്ച് മാറുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏക ചോദ്യം. ഒരു പക്ഷേ അത് സംഭവിക്കാം. മാത്രമല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഗ്രൂപ്പുകളെ കറക്റ്റായി നിയന്ത്രിച്ച് വരുതിയിൽ നിർത്താൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ ദേശീയ നേതൃത്വം അനുസരിച്ച്, ഹൈക്കമാൻഡിന്റെ രീതി അനുസരിച്ച് ഈ വിഭജിച്ച് നിൽക്കുന്ന ഈ 3 വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ളത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഏതായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി മുന്നോട്ട് പോകുന്നത്. പഴയതുപോലെ അടിച്ചു പിരിയുമോ, ഒരുമിച്ച് കുതികാൽ വെട്ടി മുന്നോട്ട് പോകുമോ? ഇതിലേതാണ് സംഭവിക്കുക? അതോ ഇതിലപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.